ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم ما ضل عن سبيله وهو أعلم بالمهتدين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ആരിഫ് ഹുസൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് കളവുകളും തെറ്റിദ്ധാരണകളും ഇപ്പോൾ നാട്ടിൽ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മതവിരോധി ആണ് ആരിഫ് ഹുസൈൻ. അപ്പോൾ അയാൾ ഇപ്പം അടുത്ത് ചെയ്ത ഒരു റീൽ അല്ലെങ്കിൽ അതിലൊരു ഷോർട്ട് വീഡിയോ അത് നമ്മൾ കേൾപ്പിച്ചിട്ട് അതിനുള്ള മറുപടി അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ആദ്യം എന്തായാലും നമ്മൾ ആ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് അതിന്റെ വിഷയത്തിലേക്ക് കടക്കാം. എന്റെ ഒരു ബാധ്യതയാണ് എന്റെ അയൽവാസികൾ ആരും പട്ടിണി എടുക്കാതിരിക്കുക എന്നുള്ളത്. അങ്ങനെ പട്ടിണിയില്ലാത്ത, അതായത് മോഷണത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഈ എന്റെ അയൽവാസികൾ മുഴുവൻ പട്ടിണി കിടക്കാതിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഒരു ആഗോള സാഹോദര്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്ന്. ഇസ്ലാമിലെ അയൽവക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിലെ അയൽവക്കം അത് വേറെ തന്നെ ഒരു ഹദീസിലും ഖുറാനിലെ ആയത്തിൽ പോലും പറഞ്ഞു വെക്കുന്നത് എന്താ? അതായത് നിങ്ങളുടെ അയൽവക്കത്തുള്ളത് അമുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ ആ അമുസ്ലിമിന്റെ അടുത്ത് നിങ്ങൾ രൂക്ഷത അവിടെ പ്രകടിപ്പിക്കുകയും അവനെ എങ്ങനെയെങ്കിലും മുസ്ലിമാക്കി മാറ്റണമെന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അയൽവാസിയെ ആദ്യം മുസ്ലിമാക്കണം, എന്നിട്ട് അവൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവന് ചോറും കൊടുക്കണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അമുസ്ലിം ആയിട്ടുള്ള അയൽവാസിക്കും കൊടുക്കാം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അമുസ്ലിം ആയിട്ടുള്ള ഒരു അയൽവാസി മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കാഫിർ ആയിട്ടുള്ള അയൽവാസി ഉണ്ടെങ്കിൽ കാഫിർ ആയിട്ടുള്ള അയൽവാസിയുടെ വീട്ടിലെ വെളിച്ചം, ആ ലൈറ്റിന്റെ ബൾബ് അത് മേത്തേക്ക് അടിക്കുന്നത് പോലും ഹറാമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതൊന്നും എന്റെ വീട്ടിന്റെ അടുത്തുള്ളൊക്കെ കുറെ ബൾബ് എറിഞ്ഞു പൊട്ടിക്കല്ലേ രാത്രിയാകുമ്പോൾ. എന്താ വെച്ചാൽ കുറെ അമുസ്ലിങ്ങളാണ് താമസിക്കുന്നത്. അപ്പൊ അവരുടെ വെളിച്ചം നമ്മളെ വീട്ടിലേക്ക് എത്താൻ പാടില്ലല്ലോ. അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് അതൊക്കെ നമ്മളെ രാജ്യഭരണമായിട്ട് നമ്മളെ ഭരണം നടത്തുന്നത് മുസ്ലിങ്ങളാണല്ലോ. അപ്പൊ സ്ട്രീറ്റ് ലൈറ്റ് ഇങ്ങനത്തെ ഒക്കെ എറിഞ്ഞു പൊട്ടിക്കലാ പോണ വഴിക്കൊക്കെ എല്ലാ മുസ്ലിങ്ങളും. എന്താ ഇയാൾ പറയുന്നത്? ഇത്രക്ക് എന്താ പറയാ മതവിരോധം ഉള്ളിൽ കൊണ്ടെടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ ഇയാൾ വെക്കുന്ന ഒരു ആയത്ത് ഇതിലിപ്പോ പറഞ്ഞിട്ടുണ്ട്. ആ ആയത്ത് എനിക്ക് തോന്നുന്നു ഇയാൾ ആയത്ത് തന്നെ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ്. ഇത് സൂറത്ത് തൗബയിൽ വരുന്ന ഒരു ആയത്താണ്. അവിടെ എന്താണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? സൂറത്ത് തൗബയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. സൂറത്ത് തൗബ എല്ലാവർക്കും അറിയുന്ന പോലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്, കരാർ ലംഘനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആയത്തുകൾ അടങ്ങിയ സൂറത്താണ്. അതിലെ എല്ലാ ആയത്തുകളും വായിച്ചു നോക്കിയാൽ ആ വിഷയം മനസ്സിലാവും. അപ്പൊ നമുക്ക് ആദ്യം ഈ സൂറത്ത് തൗബയിലെ 122 വചനം ആദ്യം വായിക്കാം. സത്യവിശ്വാസികൾ ആകമാനം യുദ്ധത്തിന് പുറപ്പെടാവുന്നതല്ല, എന്നാൽ അവരിലെ ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ സംഘവും പുറപ്പെട്ടു പോയിക്കോട്ടെ. എങ്കിൽ ബാക്കിയുള്ളവർക്ക് നബിയോടൊപ്പം നിന്ന് മതകാര്യങ്ങൾ ജ്ഞാനം നേടുവാനും തങ്ങളുടെ ആളുകൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ അവർക്ക് താക്കീത് നൽകുവാനും കഴിയുമല്ലോ. അവർ സൂക്ഷ്മത പാലിച്ചേക്കാം. അത് കഴിഞ്ഞിട്ടുള്ള ആയത്താണ്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നതോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. ഇവിടെ കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അയൽവാസികളായിട്ടുള്ള ആളുകളായിട്ട് നിങ്ങൾ യുദ്ധം നടത്തുക എന്നാണോ, അല്ലെങ്കിൽ അവരുമായിട്ട് കച്ചറ ഉണ്ടാക്കുകയാണെന്നോ അല്ല പറയുന്നത്. ഇവിടെ അടുത്ത് താമസിക്കുന്ന അയൽ രാജ്യമായിട്ടുള്ള ആളുകളായിട്ട് യുദ്ധം, അവർ ശത്രുക്കളാണെങ്കിൽ അവരുമായിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ കയറിയിട്ട് അവരെ കയറി ആക്രമിക്കാനൊന്നും ഇസ്ലാമിൽ എവിടെയും പറയുന്നില്ല. അത് മാത്രമല്ല, അയൽവാസികളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഹദീസുകൾ നമുക്ക് ഖുറാനിലും കാണാം. അതേപോലെ തന്നെ ഹദീസുകളിലും ഈ അയൽവാസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്വന്തം ഒരു ഹദീസിൽ കാണാൻ കഴിയുക വെച്ചാൽ അവന് എന്റെ സ്വത്തിന്റെ പകുതി തന്നെ കൊടുക്കേണ്ടി വരുമോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാണ് ഹദീസിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ ഹദീസ് ഇൻഷാ അല്ലാഹ് ഇതിലേക്ക് വരും. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതാണ്. അപ്പൊ ഇത്രക്ക് മതവിരുദ്ധത പറയുക എന്നുള്ളതാണ്. ഇയാളൊക്കെ താമസിക്കുന്നത് ഒരു മുസ്ലിമിന്റെ അയൽപ്പാക്കക്കാരനായിട്ടായിരിക്കാം. എന്നിട്ടും ഇയാൾ പറയുന്നത് ഇതുപോലുള്ള മതവിരുദ്ധതയും ഇസ്ലാം വിരുദ്ധതയും മാത്രമാണ് ഇയാൾക്ക് കൊണ്ടു നടക്കുന്നത്. അതാണ് ഈ വിഷയത്തിൽ ബ്രീഫായിട്ട് പറയാനുള്ളത്. എന്തായാലും നമ്മൾക്ക് ഒന്നുകൂടി വൈഡായിട്ട് ആ വിഷയം ചർച്ച ചെയ്യണം. കാരണം ഇത്രയും തെറ്റിദ്ധാരകൾ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ദിലീപ് ഖാൻ ബാക്കി പറഞ്ഞു. കേൾക്കുന്നില്ലേ? കേൾക്കാലോ? ഓക്കെ. അപ്പം പതിവ് പോലെ ആരിഫ് എല്ലാ ഉടായ്പയായിട്ട് ഇതിനകത്തും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളി പറയുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. ആരും ഇങ്ങനെ ഒരു വിശദീകരണം ഇതിന് തന്നിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ല. അത് പറയുന്നത് അയൽവാസിക്ക് പട്ടിണി കൊടുക്കണമെന്നത്, ചോറ് കൊടുക്കുന്നത് കറക്റ്റാണ്. അതുകൊണ്ട് പലരും ക്ലബ് ഹൗസിലൊക്കെ ആദ്യകാലത്തിൽ അത് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ
ഫുള്ളായിട്ട് കഴിച്ചാൽ, വയറ് നിറച്ച് കഴിച്ചാൽ അവൻ വിശ്വാസിയല്ല എന്ന് നമ്മൾ പല സ്ഥലത്തും പറയുമ്പോൾ ക്ലബ് ഹൗസിനൊക്കെ എതിർപ്പ് വന്നു, ഇങ്ങനെ ഒരു ഹദീസേ ഇല്ല എന്നുള്ളത്. പക്ഷേ ഹദീസ് ഉണ്ട്, അദബൽ മുഫ്രദ് 112 അതിനകത്താണ് അത് പറയുന്നത്. എന്താണ്, ഒരു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ ഫുള്ളായിട്ട് കഴിക്കരുത്, അപ്പോൾ അവന് കൊടുക്കണമെന്നുള്ളത്. ഇനി അയൽവാസി ആരാണോ, മുസ്ലിം അയൽവാസിയാണോ നോൺ മുസ്ലിം അയൽവാസിയാണോ എന്നുള്ളതെല്ലാം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. അതിന് മുമ്പേ ഇയാൾ എന്താ പറയുന്നത്, അയാൾ പറഞ്ഞ രീതി, അതായത് അയൽവാസിക്ക് പട്ടിണി കൊടുക്കണം, അത് ശരി തന്നെയാണ്. പക്ഷേ മുസ്ലിം ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സാധാരണ വിമർശനം പറയുന്നത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാവൂ, നോൺ മുസ്ലിം കൊടുക്കാൻ പാടില്ല എന്നാണ് സാധാരണ ആൾക്കാർ പറഞ്ഞു പോകുന്നത്. ഇയാൾ ഒരു പടി നേരെ പോയി, ഒരു പടി മേലോട്ട് പോയിട്ട്, ഇതിനാ നമ്മൾ ഇയാളെ കോമാളി എന്ന് വിളിക്കുന്നത്. മേലെ പോയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ അയൽവാസിയെ എന്താ പറയുക, യുദ്ധം ചെയ്ത് അവൻ മുസ്ലിം ആക്കണം, എന്നിട്ട് ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടില്ലേ? ചോറ് കൊടുക്കാതിരുന്നാ പോരെ, ചോറ് കൊടുക്കാനായിട്ട് യുദ്ധം ചെയ്താൽ പിന്നെ അവൻ മരിച്ചു പോകത്തില്ല. പിന്നെ യുദ്ധം ചെയ്ത് അവനെ മതം മാറ്റണം, യുദ്ധം ചെയ്ത് മതം മാറ്റണം. എത്രത്തോളം പോകുന്നുണ്ടോ, യുദ്ധം ചെയ്ത് മതം മാറ്റി പിന്നെ അവന് പട്ടിണി കിടക്കുമ്പോ അവന് ചോറ് കൊടുക്കണം. അയ്യോ അയ്യോ, എന്താ പറയാ, നിനക്ക് എന്താ ഉത്തരം പറയണം? ഗതികേട് തന്നെ നിനക്ക് ഉത്തരം പറയേണ്ടത്. ശരി, എന്തായാലും ആയത്ത് പറഞ്ഞത് ഖുർആന്റെ 109-123 അതിനകത്താണ് അയൽക്കാരെ യുദ്ധം ചെയ്യണമെന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, അയലത്ത് താമസിക്കുന്ന അവിശ്വാസികൾ, അയലത്ത് താമസിക്കുന്ന അവിശ്വാസികൾ, ഓക്കെ, അവനായിട്ട് യുദ്ധം എങ്ങനെ ചെയ്യുന്ന ഒരാൾ, ഞാൻ പോയി എന്റെ അയൽക്കാരനോട് വഴക്കിടാൻ പറ്റും, അല്ലെങ്കിൽ പോയി അയാളെ കൊല്ലാൻ പറ്റും, അയാളെ ചീത്ത വിളിക്കാൻ പറ്റും, അയാളെ കുറിച്ച് മോശം പറയാൻ പറ്റും, അയാളത്ത് ഡെയിലി വേണമെങ്കിൽ അങ്ങോട്ട് ചീത്ത വിളിക്കാം, അയാളെ എന്തെങ്കിലും ചെയ്ത് ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കാം, അത് ചെയ്യാൻ പറ്റും. അയാളായിട്ട് യുദ്ധം എങ്ങനെ ചെയ്യുന്നത്? യുദ്ധം എന്നുള്ള വാക്കാണ് അവിടെ വന്നേക്കുന്നത്. അയലത്തുകാർ തമ്മിൽ ചെയ്യുന്നതിന് ആരെങ്കിലും യുദ്ധം എന്ന് പറയുമോ? അയലത്തുകാർ രണ്ടുപേരും തമ്മിൽ കുത്തിയാൽ കുത്തി കൊന്നു വരും. ഏതെങ്കിലും ഒരു പത്രവാർത്തകൾ കണ്ട മറ്റേ അയൽവാസി യുദ്ധം ചെയ്ത് കൊന്നു എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അവൻ കുത്തി കൊന്നു വരും, അല്ലെങ്കിൽ അവര് പറഞ്ഞ് ബോംബെടുത്ത് കൊണ്ടെന്തെങ്കിലും വരും, അല്ലെങ്കിൽ അവനെ ചീത്ത വിളിച്ച് കല്ലെടുത്തെറിഞ്ഞ് എന്തെങ്കിലും കാണും. ഇത് യുദ്ധം ചെയ്തത് കിടക്കുന്നതിനകത്ത് അപ്പോഴും അവർക്കത് അപ്പോഴും നല്ലൊരു ശ്രദ്ധിക്കേണ്ടത് ആരാണ് അയൽവാസി എന്നുള്ളത്. അയൽവാസിയായ അവിശ്വാസികളോട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ അയൽ രാജ്യമാണത്. മക്കയിലുള്ള ഖുറൈശികൾ ഇവരായിട്ട് യുദ്ധം അടിക്കടി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ അവരിൽ രൂക്ഷത കണ്ടെത്തണം. യുദ്ധകളത്തിൽ നിങ്ങൾ അവിടെ പോയിട്ട് ഉളപ്പി നിൽക്കരുത്, അവിടെ ഇറങ്ങി നിൽക്കരുത്, കറക്റ്റായിട്ട് നല്ല വീര്യത്തോടു കൂടി തന്നെ യുദ്ധം ചെയ്യണം. ഇത് ഏതൊരു കമാൻഡറും അവരുടെ അണികളോട് പടയാളികളോട് പറയുന്നതാണത്. അവൻ മുമ്പത്തെ ആയത്ത് ഷമീർ വായിച്ചു, 122 9-122. അത് ഒരു യുദ്ധത്തിനെ കുറിച്ച് പോകുന്നതിനാണ് പറയുന്നത്. മൊത്തമായിട്ട് പോകരുത്, കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കണം, ദീനിനെ കുറിച്ച് പഠിക്കണം, തിരിച്ചു വരുമ്പോൾ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് അത് ദീനിന്റെ കാര്യം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ അവിശ്വാസികളോട് പോയി യുദ്ധം ചെയ്യുക, നിങ്ങൾ എതിർക്കാൻ പറ്റും. ആ യുദ്ധം എന്താ? യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ യുദ്ധത്തിന്റെ നിയമങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഖുർആനിലുണ്ട്. ആരടുത്താണ് യുദ്ധം ചെയ്യേണ്ടത്? നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരടുത്ത് മാത്രമാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്. നിങ്ങളെ വീട്ടിൽ നിന്നും പുറത്താക്കിയവരോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്. അല്ലാത്തവരോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറുക. സാധാരണ ആൾക്കാരോട് യുദ്ധം ചെയ്യുക, ആരും മോശം ചെയ്യരുത്, അവരടുത്ത് നീതി പാലിക്കുക. നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കി അവർ നിർത്തി കഴിഞ്ഞാൽ അവർ യുദ്ധം നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ യുദ്ധം നിർത്തുക. ഇതിനെല്ലാം സെപ്പറേറ്റ് ഒരു കഴിഞ്ഞ പല വീഡിയോകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് യുദ്ധത്തിന്റെ പല നിയമങ്ങൾ ഖുർആനിലുണ്ട്. അതിന്റെ ഒരു നിയമമാണ് അത്. യുദ്ധം ചെയ്യുമ്പോൾ ദുഷ്ടത കണ്ടെത്തണം. അയലത്ത് താമസിക്കുന്ന അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അത് ഖുറൈശികളാണ്. അയൽ രാജ്യത്തിലുള്ള ആൾക്കാർ. യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ രാജ്യങ്ങൾ തമ്മിലാണെങ്കിലാണ് ഒരു കമാൻഡർ, ഒരു ഗവൺമെന്റ് ആണ് യുദ്ധം ചെയ്യുക റൈറ്റ് ഉള്ളത് ഖുർആനിൽ. ഒരാൾ പോയി ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നതിന്റെ പേര് യുദ്ധമല്ല. ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ആള് എന്നല്ല, ഒരു സംഘം തന്നെ പോയി ചെയ്താൽ തന്നെ അത് കലാപം എന്ന് പറയാൻ. ഒരു കൂട്ടമായിട്ട് പോയിട്ട് അവരുമായിട്ട് ചെയ്യാണ്. സിംഗിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 41-34 നിങ്ങൾ ആയത്തെടുക്കുക. ഒരാൾക്ക് ഇൻഡിവിജ്വൽ ഉപദേശം, ഒരു ശത്രുവിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് 41-34 പറഞ്ഞിട്ടുണ്ട്. അന്ന് വായിച്ച ഷമീർ. അതായത് സൂറത്ത് ഫുസ്സിലത്ത് അതിൽ 34-ാമത്തെ വചനം, നല്ലതും ചീത്തയും സമമാവുകയില്ല, ഏറ്റവും നല്ലതേതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. അപ്പോൾ ഏതൊരുവനായും നീയും തമ്മിൽ ശത്രുതയുണ്ടോ അവനതാ നിന്റെ ഉറ്റ ബന്ധുവെന്നോണം ആയിത്തീരുന്നു. ക്ഷമ കൈകൊണ്ടവർക്കല്ലാതെ അതിന് അനുഗ്രഹം നൽകപ്പെടുകയില്ല, വമ്പിച്ച ഭാഗ്യമുള്ളതിനല്ലാതെ അതിനുള്ള അനുഗ്രഹവും നൽകപ്പെടുകയില്ല. ഇവിടെ മുസ്ലിങ്ങളോട് കൃത്യമായിട്ടുള്ള ഒരു ആഹ്വാനാണ്. അതായത് ഇനിയിപ്പോ ഒരാള് ഏതൊരാളാവട്ടെ, അയാളായിട്ട് എന്തെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ തന്നെ അയാളായിട്ട് നല്ല രീതിയിൽ അയാളോട് പെരുമാറി നോക്കിയാൽ, ഒരു നല്ല വാക്ക് പറഞ്ഞു നോക്കിയാൽ, അപ്പൊ അയാള് ഓട്ടോമാറ്റിക്കലി അയാൾ തന്നെ വിചാരിക്കുക, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവനോട് വളരെ സൗമ്യമായിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്ന് കരുതിയിട്ട് അയാൾ തന്നെ മാറിയിട്ട് നല്ല രീതിയിൽ ഒരു ബന്ധു എന്നോണം ആയിത്തീരും എന്നുള്ളതാണ്. അതൊരു സൈക്കോളജിക്കൽ ആയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു. ഓക്കെ, അപ്പം അഥവാ ഒരു അയലത്തുകാരൻ അവൻ നമ്മളോട് ശത്രുത കണ്ടെത്തുന്നു, അവൻ നമ്മളെ ശല്യം ചെയ്താലും അവനോട് നീ നല്ലത് കൊണ്ട് റിപ്പൽ ചെയ്യുക, നല്ലത് കൊണ്ട് അവന് മറുപടി കൊടുക്കുക, ചീത്ത ചെയ്യരുത്. അവനെ പോലെ ചിലപ്പോൾ അവൻ നല്ല രീതിയിൽ നല്ലതാവാൻ വഴിയുണ്ട്. നീ നല്ല ചെയ്യുന്നുണ്ട്, നീ അവന്റെ ശത്രുത മാറി നിങ്ങൾ തമ്മിൽ നല്ല കൂട്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഇൻഡിവിജ്വലായ ഒരാൾക്ക് അള്ളാഹു കൊടുത്ത
ഉപദേശം ഇങ്ങനെയാണ് അയലത്തുകാരോടും അവിടെ ശത്രു തന്നെ ഉണ്ട്, ശത്രുത പുലർത്തുന്നവർ തന്നെ ഉണ്ട്. ഇത് യുദ്ധം പറഞ്ഞത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലാണ്, മദീനയും മക്കയും തമ്മിൽ നടന്നുകൊണ്ടിരുന്നു. പല എതിരാളികളും വന്ന് ശത്രുത വന്നുകൊണ്ടിരുന്നു. അവരോട് യുദ്ധത്തിൽ പുറപ്പെട്ടു പോകുമ്പോൾ പറയുന്ന ഒരു ആയത്തിന് ഇയാളാണ് കുറച്ചു നേരം മുമ്പ് പറഞ്ഞത് സന്ദർഭത്തിൽ നിന്ന് നടത്തിയെടുക്കല്ല ഷമീർ എന്ന്. ഷമീറിന് ഉപദേശിച്ച ആളാണ് ഞാൻ. എന്നിട്ട് ഇയാൾ ഒരു സന്ദർഭം നോക്കാതെ അയലത്തുകാരൻ കേട്ടോണ്ട് അയലത്ത് അല്ല താമസിക്കുന്ന ആൾക്കാർ. ഇത് മാത്രമല്ല, ഈ അനിൽകുമാർ അയ്യപ്പന്റെ സ്ഥിരം വചനങ്ങൾ. അനിൽകുമാർ അയ്യപ്പനും ഈ ക്രിസംഗി ഗ്രൂപ്പുകൾ കംപ്ലീറ്റ് അവിടെ സ്ഥിരമായതാണ്. ഇവരെല്ലാവരും പഠിക്കുന്ന ഒരു സ്കൂളിൽ നിന്നാണ് ഈ പറഞ്ഞ വിക്കി ഇസ്ലാം അതേപോലെയുള്ള ഓറഞ്ചിസ്റ്റുകൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ റെഫറൻസ് എടുത്ത് വായിക്കുക. അത് മാത്രമാണ് ഇവര് അതിന്റെ കോണ്ടെക്സ്റ്റോ അല്ലെങ്കിൽ ആ ആയത്ത് തന്നെ മുഴുവനായിട്ട് വായിക്കുന്നുണ്ടോ എന്ന് അള്ളാഹുവാലോ. അതെ. അപ്പം അനിൽകുമാർ അയ്യപ്പൻ സ്ഥിരം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ അയലത്തുകാരോട് യുദ്ധം ചെയ്യുക. അയലത്തുകാരനോട് എങ്ങനെ യുദ്ധം ചെയ്യുന്നത്? അവനോട് നല്ല രീതിയിൽ പെരുമാറാനും, അവൻ അഥവാ നിന്നെ സെറ്റ് ചെയ്താലും നീ അവനോട് ആ ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞാണ് അവരോട് നല്ലൊരു പെരുമാറണം. അവർ ചീത്ത ചെയ്താലും നീ അവർക്ക് നന്മ കൊണ്ട് അതിന് മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു ഖുറാനിനകത്ത് കൊണ്ടുവന്നിട്ട് അയലത്തുകാരെന്ന് കണ്ടുകൊണ്ട് അയൽ രാജ്യം അല്ലെങ്കിൽ മക്കാരെ കുറിച്ച് പറഞ്ഞ ഒരു ആയത്തിനെ, യുദ്ധത്തെ കുറിച്ച് പറഞ്ഞ ആയത്തിന് അത് അയലത്തുകാരെ പോയി നിങ്ങൾ കൊല്ലുക, രൂക്ഷത കണ്ടെത്തുക, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഒരാളുടെ അടുത്ത് നമ്മൾ രൂക്ഷത എന്തോ കാണിക്കുന്ന, എന്തായാലും യുദ്ധത്തിന് പോയി പിന്നെ അടുത്തുള്ളവരോട് കൊല്ലാൻ രൂക്ഷത എന്തോ യുദ്ധത്തിലാണ് പറയുന്നത്. യുദ്ധം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ രൂക്ഷത കൈപിടിയരുത്, കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പിൻവാങ്ങരുത്, ക്ഷീണിക്കരുത്, ഉളപ്പരുത്. ഇതൊക്കെ ഒരു കമാൻഡർ പറയുന്നതാണ് യുദ്ധകളത്തിൽ നിൽക്കുന്ന ആൾക്കാരോട്. ആ ആയത്തിനെ കൊണ്ടുപോയി അയൽക്കാരനാക്കി. ഓക്കെ, അതെല്ലാം കിടക്കട്ടെ. അപ്പം നമ്മൾ ഒരൊറ്റ എക്സാമ്പിളിനകത്ത് നിങ്ങൾക്ക് ഇതല്ല എന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇതല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണെന്നുള്ളതിന്റെ ഒരു ഹദീസ് മാത്രം കണ്ടാൽ മനസ്സിലാവും. പ്രവാചകന്റെ എക്സാമ്പിൾ എടുത്താൽ മനസ്സിലാവില്ല. പ്രവാചകൻ എങ്ങനെയാണ് അയലത്തുകാരോട് ജീവിച്ചിരുന്നത്, മറ്റ് അന്യമതസ്ഥരോട് അവിശ്വാസികളോട് എങ്ങനെയാണ് പെരുമാറിയെന്നുള്ളത് ഒരൊറ്റ ഹദീസ്. നിങ്ങൾ ആ ഹദീസ് എടുത്ത് വായിക്കുക. ബുഖാരി 1356. ഇതിനകത്ത് ഒരു സംഭവം കാണാൻ നമുക്ക്. അനസ് എന്ന് പറഞ്ഞിട്ട് ഒരു സഹായി പ്രവാചകൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതായത് 10 വയസ്സ് മുതൽ കൂടെ തന്നെ ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് പറയാനും അങ്ങോട്ട് കൂടാനും ജോലി ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു യഹൂദ ബാലൻ സഹായിയായിട്ട് പ്രവാചകൻ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഒരു യഹൂദ ബാലനെ എങ്ങനെ പ്രവാചകൻ സഹായിയായിട്ട് വയ്ക്കും? കൂടെ ഒരു അവിശ്വാസിയാണ്. അവിടെ യഹൂദനും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്നു പല സൈഡിലും. അപ്പോൾ ഇവിടെ നടക്കുന്നതെല്ലാം പോയിട്ട് ഈ യഹൂദ ബാലനുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പറയാം. അതുപോട്ട് ഈ യഹൂദ ബാലൻ അവിടെ എങ്ങനെ ഉണ്ടായെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശത്രുത ഉടനെ അയൽവാസിയല്ലേ, ഉടനെ വെട്ടിക്കൊല്ലണ്ടേ? ആ യഹൂദ ബാലനുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളും കാണും. അവരാരും എന്താ കൊല്ലാത്തത്? അവർ അയലത്തുകാരെ ഉടനെ വെട്ടിക്കൊല്ലണമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. യുദ്ധം ചെയ്തവരെ കൊള്ള രൂക്ഷത ചെയ്യണം. അതെന്റെ ചെയ്യാത്തത്. അങ്ങനെ ചെയ്താൽ ഒറ്റ യഹൂദനെ കാണത്തില്ലല്ലോ മദീനയിൽ. യഹൂദന്മാരെങ്ങനെ അവിടെ ജീവിച്ചു? അവിടെ ഒരുപാട് യഹൂദന്മാരുണ്ടായിരുന്നല്ലോ. അവിടെ പലിശയെല്ലാം കൊടുത്തോണ്ട് അവർ തന്നെ ഉണ്ടായിരുന്നു. പ്രവാചകൻ തന്നെ അവരുടെ തന്നെ ഒരു പടയെങ്കിൽ വിലയാധാരമായിട്ട് വെച്ചല്ലോ. അതെങ്ങനെ നടന്നു? അത് അയാൾ മരിച്ചു കഴിഞ്ഞപ്പോ അയാളെ കബറിൽ പോയിട്ട് വിലയാധാരം വെച്ചയക്കും, ഇയാളെ ഇതനുസരിച്ചിട്ട് കൊന്നിട്ടെ. അല്ലാതെ ഇപ്പൊ എന്താ പറയാ ഇതൊക്കെ? അതെ. അപ്പം ഇത്രയും ആൾക്കാർ അവിടെ തന്നെ ജീവിച്ചിരുന്നു, അവിടെ തന്നെ ഉണ്ടായിരുന്നു യഹൂദന്മാര്. അതുപോലെ ഒരു യഹൂദൻ ഡെഡ് ബോഡി കണ്ടിട്ട് പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞു. അതെന്താ ഇങ്ങനെ കൊന്ന യഹൂദനാണോ? അത് രൂക്ഷത കണ്ടെത്തി അയലത്തുകാരനെ കൊന്നതാണോ? കൊണ്ടുപോകണ ആരാണ്? എല്ലാം യൂതന്റെ സമുദായം മയ്യത്ത് ശവശരീരം കൊണ്ടുപോകുന്ന ആരാണ്? മുസ്ലിങ്ങളാണോ? അല്ലല്ലോ, യൂതൻ തന്നെയല്ലേ കൊണ്ടുപോകണ്. യൂതന്മാരാണ്. അപ്പൊ ഒരു കൂട്ടമായിട്ട് തന്നെ യഹൂദന്മാരവിടെ ജീവിച്ചിരുന്നു. ഈ രൂക്ഷത കണ്ടെത്തി അവരെല്ലാം വെട്ടിക്കൊല്ലണമെങ്കിൽ വെട്ടിക്കൊല്ലണ്ടേ. അപ്പം ഈ സംഭവം മുഴുവിപ്പിക്കട്ടെ. അപ്പം ഒരു യഹൂദ ബാലൻ ഉണ്ടായിരുന്നു. അപ്പൊ സംഭവം അതോടെ തീർന്നില്ല. വളരെ ഫേസിസ് വായിച്ചറിയാം. അപ്പം ഈ കുട്ടിക്ക് അസുഖം ബാധിക്കും. സുഖമില്ലാതെ കിടന്നിട്ട് കുറച്ച് നാളായിട്ട് ജോലിക്ക് വരാതാകുമ്പോഴത്തേക്ക് പ്രവാചകൻ അവരുടെ വീട്ടിൽ തേടിപ്പോകും. എന്തിനാ? രൂക്ഷത കാണിക്കാനോ, വെട്ടിക്കൊല്ലാനോ, അവരെ യുദ്ധം ചെയ്ത് കൊല്ലാനോ? അതല്ല. അവൻ കാണുന്നില്ല, പയ്യനെ കാണുന്നില്ല, സുഖമില്ലെന്ന് കേട്ട് മനസ്സിലാക്കി അങ്ങോട്ട് പോകുന്നു. ആലോചിച്ച് നോക്കണം. ഒരു മുസ്ലിം രാഷ്ട്രത്തിന്റെ ഭരണാധികാരി പ്രവാചകനാണ്, പ്ലസ് ഭരണാധികാരി, 2 തലപ്പത്തുള്ള ഒരാൾ, ഒരു മൈനോറിറ്റി യഹൂദന്മാരെ നിങ്ങളെല്ലാം കൊല്ലണോ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ. ആ വീട്ടിലെ ഒരു കുട്ടിക്ക് സുഖമില്ല, തന്റെ സഹായിയായിട്ടിരുന്ന കുട്ടിയെ കാണാനായിട്ട് നേരെ പോവാണ്. നേരെ പോയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ആ കുട്ടിയുടെ കൂടെ കട്ടിൽ കിടക്കുന്നു, പോയി കൂടെ ഇരുന്നിട്ട് സംസാരിക്കുന്നു. എന്താണെന്നെല്ലാം ചോദിച്ചത്തേക്ക് അത് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി രോഗം നല്ല മൂർച്ഛിച്ചിരിക്കുകയാണ്. അപ്പം ഓക്കെ, അപ്പൊ കുറച്ച് തിരിച്ചു വരാൻ സാധ്യതയില്ല, മരണത്തോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് പ്രവാചകന് മനസ്സിലായി. ആ സമയത്ത് ആ കുട്ടിയുടെ അടുത്ത് പറയും, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുക, മുസ്ലിം ആവും, ഏകദൈവത്തെ വിശ്വസിക്കുക, അല്ലാഹ് ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ, മുഹമ്മദ് എന്റെ പ്രവാചകനാണ് എന്ന കലിമത്ത് നീ പറയുക എന്ന് പറയും ആ കുട്ടിയോട്. എന്നാ പറയുന്നത്? അപ്പൊ ഇത്രയും നാളും ആ കുട്ടി അവിടെ തന്നെ ജോലി ചെയ്തിട്ടുണ്ട്, കൂടെ തന്നെ. എന്തുകൊണ്ട് വരട്ടി മാറ്റിയില്ല? പറഞ്ഞു, കുട്ടിയല്ലേ, ഈസിയായിട്ട് പറഞ്ഞ് അവനെ മാറ്റിക്കൂടായിരുന്നു. അത് മാറ്റുന്നില്ലല്ലോ. ഇത്ര നാൾ കഴിഞ്ഞ് മരിക്കാറായപ്പോഴത്തേക്കിന് അവിടെ പോയിട്ട്
ഇത് പറയുന്നത്. ഒന്ന് ആ കുട്ടി നോക്ക്, ആ നിഷ്കളങ്കമായ കുട്ടി, ആ കുട്ടിയുടെ പിതാവ് അടുത്ത് നിൽപ്പുണ്ട്, ആ യഹൂദന്റെ മുഖത്തേക്ക് നോക്കുന്നു. അതായത് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പം ആ യഹൂദനായ പിതാവ് പറയുന്നു, അബുൽ ഖാസിം പറയുന്ന പോലെ കേൾക്കുക. അവർ അബുൽ ഖാസിം എന്നാണ് യഹൂദന്മാരെ വിളിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ഖാസിം എന്നുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ പേര് അങ്ങനെയാണ്. അബൂബക്കർ എന്നുള്ളത് അബൂബക്കറിന്റെ ശരിക്കും പേരല്ല, അവന്റെ പേര് വേറെയാണ്, ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ എല്ലാവർക്കും അറിയത്തില്ല. ഒരു കുട്ടി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ പേരിനാണ് പിതാക്കന്മാർ അന്ന് അറിയപ്പെടുക. അങ്ങനെ അബു ഖാസിം എന്നാണ് അവർ പറയുക. അബുൽ ഖാസിം പറയുന്ന പോലെ നീ കേൾക്കാം. അങ്ങനെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിച്ചു. അപ്പോഴത്തേക്ക് ആ വീട്ടിൽ നിന്ന് പുറത്ത് വന്ന് എന്താ വലിയൊരു ആശ്വാസത്തോടു കൂടി, മുഖത്ത് ആശ്വാസത്തോടു കൂടി, നരകത്തിൽ നിന്നും ഒരു ജീവൻ, ഒരു ആത്മാവ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ആ വീട്ടിൽ നിന്ന് പുറത്തു വരുന്ന കാണാം. അപ്പോ ഈ ഒരു സംഭവത്തിൽ ഒരുപാട് പാഠങ്ങൾ ഒരെണ്ണത്തിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ആരെയും നിർബന്ധിച്ച് മാറ്റിയിട്ടില്ല. മാറ്റണതിന് ആദ്യമേ ഈ കുട്ടിയെ മാറ്റണം. ആരെയും അവിശ്വാസികളെ കൊല്ലണമെന്നുള്ള നിയമം ഇസ്ലാം ഇല്ല. സ്വന്തം തൊട്ടടുത്ത് അവിശ്വാസി തന്റെ സഹായിയായിട്ട് ഒരു അവിശ്വാസിയെ പ്രവാചകൻ വെച്ചിരുന്നു. അതുപോലെ അക്കാലം അത്രയും അവനെ മാറ്റിയില്ല. അവരെ പ്രവാചകൻ ആ യഹൂദന്റെ പിതാവിനെ മാറ്റിയിട്ടില്ല. മരണത്തോട് കിടക്കുമ്പോൾ മാത്രം നരകത്തിൽ പോവരുത് ആ കുട്ടി. അപ്പൊ ആത്മാർത്ഥത നിങ്ങൾ അളക്കണം. ഒരു ഹദീസിനകത്ത് ഒരുപാട് പാഠങ്ങൾ നിങ്ങൾക്കുണ്ട്. ലോകത്തിലെ അല്ലെങ്കിൽ ഈ ദുനിയാവിന്റെ ലാഭത്തിന് വേണ്ടിയാണെങ്കിൽ എന്തിനാ ആ പയ്യനെ മരിക്കാൻ നേരത്ത് മാറ്റുന്നത് പറയുന്നത് എന്തിനാ? ഇസ്ലാം സ്വീകരിക്കുന്നു പറയുന്നത് എന്തിനാ? അപ്പം ഫുൾ ആൻഡ് ഫുൾ അവിടെ പോയി പരലോകത്ത് പോയി മാറ്റിപ്പോകരുത്, അവിടെ പോയി നരകത്തിൽ പോകരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ പ്രവാചകന് മനസ്സിലുണ്ടായിരുന്നു. അതിന്റെ ആശ്വാസം കാണാം. അവൻ പറഞ്ഞു തന്നപ്പോഴത്തേക്ക് ആശ്വാസമായി. രക്ഷപ്പെട്ടു, ഒരു ആത്മാവ് രക്ഷപ്പെട്ടു എന്നുള്ള ഒരാളെങ്കിലും രക്ഷപ്പെട്ടു എന്നുള്ളത്. ഇത്രത്തോളം പച്ചയ്ക്ക് ആ സംഭവങ്ങൾ പ്രവാചക ജീവിതം റെക്കോർഡ് ചെയ്ത് വെച്ചെത്തിക്കുമ്പോൾ നിങ്ങൾ ഒരു ഉളുപ്പില്ലാതെ നാവ് വളച്ച് എന്തെല്ലാമാണ് പറയുന്നത്, എത്ര വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ജൂതന്മാർ അങ്ങനെ ചെയ്തു, അവിശ്വാസികളോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, മുസ്ലിം ആക്കി മാറ്റി അവനെ പട്ടിണിക്കിടാൻ പറഞ്ഞു, അല്ല ചോറ് കൊടുക്കാൻ പറഞ്ഞു. എങ്ങനെ നാവ് കളയുന്നു? വിരോധ മനസ്സിൽ കയറി കഴിഞ്ഞാൽ എന്തും പറയാം. കുറെ നമ്പറുകൾ പറയാ, വായത്തൊന്ന് പറയും. ഇങ്ങനെ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബർ വെച്ചുകൊണ്ട് വായത്തൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോന്നായിട്ട് പൊളിക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ കള്ളങ്ങളും ഞങ്ങൾ എടുത്തിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വസ്തുത എന്താണെന്നുള്ളത് തെളിവ് സഹിതം ആൾക്കാർ നമ്മൾ എത്തിക്കും. അപ്പം ഈ ഹദീസ് ബുഖാരി 1356 കാണാം. ഒരുപാട് കാണാം. ഒരുപാട് യഹൂദന്മാരായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല, ജനാസ കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിന്നത്, ഒരു യഹൂദനും മുസ്ലിമും തമ്മിൽ വഴക്കു വരും, സ്വത്ത് തർക്കം ഉണ്ടാവും. അപ്പോഴെല്ലാം അവർ പ്രവാചകന്റെ അടുത്താണ് വരിക. അപ്പോഴെല്ലാം കറക്റ്റായിട്ട് നീതിപരമായിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ് കൊടുക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പുള്ള ഒരു ഇതിനകത്ത് നമ്മൾ അതെല്ലാം പറഞ്ഞു. നമ്മൾ അതുപോലെ അന്ന് പറയാൻ പറ്റുന്ന ഒരു ഹദീസ് പറയാം. ഇബ്നു മാജ 2434 ഹദീസ് നിങ്ങൾ നോക്കുക. അവിടെ ജാബിർ ഒരു യഹൂദന്റെ അടുത്ത് നിന്ന് കുറച്ച് കടം വാങ്ങിച്ചിരുന്നു, ഈത്തപ്പഴം. അപ്പൊ ആ കറക്റ്റ് സമയമായപ്പോഴത്തേക്ക് അവൻ വന്ന് കറക്റ്റായിട്ട് ചോദിക്കുന്നു, യഹൂദൻ, നീ തിരിച്ചിടാന്ന് പറഞ്ഞു. അപ്പൊ കൊടുക്കാനില്ല. അപ്പൊ പ്രവാചകന്റെ അടുത്ത് പറയും, പ്രവാചകൻ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. അപ്പൊ നോക്കണം, ഭരണാധികാരി പ്ലസ് പ്രവാചകൻ അവരുടെ കൺട്രോളിൽ അവർ ജീവിക്കുന്ന ഒരു യഹൂദനാണ്. അതൊന്നും തരാൻ പറ്റത്തില്ല. മുസ്ലിങ്ങളൊക്കെ അങ്ങനെ തന്നെ വാങ്ങിച്ചാൽ പറ്റാ, നീ എന്ത് ഇവിടെ നമ്മുടെ ഇതായിട്ട് ജീവിക്കുന്ന ആള് ഉണ്ടായിരുന്നോളണം, ഒന്നും വാങ്ങിച്ചു പോരുത് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നേരെ പോയി അവനടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നു, ഒരു കുറച്ച് സമയം അവകാശം കൊടുക്കാൻ, കുറച്ച് ഞാൻ തരും. പറ്റത്തില്ല എന്ന് സ്റ്റബോണായിട്ട് നിൽക്കുന്ന ജൂത. അപ്പൊ പ്രവാചകൻ പറയും, ശരി വാ എന്ന് പറഞ്ഞിട്ട് ആ തോട്ടത്തിലേക്ക് കൊണ്ടുപോകും. ഒരു തോട്ടത്തിന് കൊണ്ടുപോയിട്ട് ദുവ ചെയ്യോ, എന്താ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, ദുവ ചെയ്ത. പക്ഷെ അവിടെ ആക്ച്വലി അത്രയ്ക്ക് കൊടുക്കാനുള്ളത് ഇല്ലായിരുന്നു. പ്രവാചകൻ ചെന്ന് നോക്കിയിട്ട് തിരിച്ചങ്ങ് വരും. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഫുൾ അയാൾക്ക് കൊടുക്കാനുള്ളതല്ല അതിനകത്തായി. ആ തോട്ടത്തിന് ഒരു അത്ഭുതം എന്നുള്ള രീതിയിൽ അതിനകത്ത് വെച്ച് യഹൂദന് കൊടുക്കും അത്. അപ്പം അവരുടെ അവകാശങ്ങൾ എത്രത്തോളം സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളത് നോക്കണം. എന്ത് നീതിയായിട്ടാണ് നടന്നിരിക്കുന്നത്. മിണ്ടിപ്പോരുത്, അവൻ കുറച്ചാൾ കഴിഞ്ഞ് തരും എന്ന് പറയാൻ, അല്ലെങ്കിൽ രൂക്ഷത കാണിക്കാത്ത എന്താണ്? അപ്പം യുദ്ധം ചെയ്യാത്ത അവരോട് എങ്ങനെ ചോദിക്കും? മുസ്ലിമിന്റെ അടുത്ത് പോയി അതൊന്നും നിനക്ക് വാങ്ങിച്ചാൽ കടവും തരാൻ പറ്റില്ല, വാങ്ങിച്ചാൽ പോയി കുറച്ച് കഴിഞ്ഞ് നാളെ നമ്മൾ വാങ്ങിച്ചാൽ അവിടെ എത്ര പേരൊന്നും കൊടുക്കുന്നില്ല, ഒരു കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കുന്നില്ല. ഇത് പ്രവാചകൻ ഇറങ്ങിപ്പോയി ആ ഡിഗ്നിറ്റി ഒന്നും നോക്കുന്നില്ല. ഒരു പ്രവാചകനാണ്, ഭരണാധികാരിയാണ്, ഒരു സാധാ ഒരാൾക്ക് വേണ്ടിയിട്ട് പോയിട്ട് ഒരു യഹൂദന്റെ അടുത്ത് പോയി റെക്കമെൻഡ് ചെയ്യണം, ഇല്ല ഞാൻ ഇച്ചിരി സാവകാശം കൊടുക്കും. അവൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും പറയുന്നത്, പിന്നെയും കേൾക്കുന്നില്ല. ശരി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് തോട്ടത്തിലൂടെ നടന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്ക് അവിടെ അപ്പോഴത്തേക്കെല്ലാം അത്രയും അയാൾക്ക് എന്ത് കൊടുക്കണ്ടോ അതിൻ്റെ അത് കിട്ടുകയാണ്. അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ പറയുന്നതെല്ലാം പച്ചയ്ക്ക് വർഗീയതയും ഇതാണ്. നേരെ ഇതല്ല ഇസ്ലാം. പ്രവാചകൻ ജീവിച്ച് കാണിച്ച് നോക്കുക എങ്ങനെ യഹൂദന്മാരോട് എങ്ങനെ പെരുമാറുന്നുള്ളത്. ഇനി അവരെ കുറിച്ച് എപ്പോഴും ഈ നോൺ മുസ്ലിംസിനെ കുറിച്ച് എപ്പോഴും ഓർത്തവർ ഇസ്ലാമിനോട് വരുന്നില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുന്ന, അതിന് അള്ളാഹു അത് എടുത്തു പറയും, നീ ഇത്ര ഇങ്ങനെ ദുഃഖിക്കുന്ന എന്തിനാണ്? നീ സ്വന്തമായിട്ട് നിന്നെ തന്നെ നശിപ്പിക്കുവോ? നീ നിന്നെ തന്നെ കൊല്ലുവോ എന്നുള്ള രീതിയിൽ അള്ളാഹു ചോദിക്കുന്നത്. ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല.
എന്താണ് മറ്റുള്ള ആൾക്കാർ മുസ്ലിങ്ങൾ ഇസ്ലാമിലോട്ട് വരുന്നില്ല എന്നുള്ളത്. അത് ഞാനാണെന്നുള്ളതിന് പല സ്ഥലങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ ഇത് പറയുന്നത് ഖുറാന്റെ 26:3, അതിന്റെ ഖുറാന്റെ 18:6, അതുപോലെ ഖുറാന്റെ 35:8 അള്ളാഹു ചോദിക്കുന്നതാണ്, നിങ്ങൾ ഓവറായിട്ട് പറയുന്നുണ്ട് മുസ്ലിംസിനെ കുറിച്ച്, അവർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ നശിപ്പിക്കുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ യഹൂദ സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് ആഹാരം കഴിച്ചായിട്ട് കാണാം, വിഷം തടവിയ സ്ത്രീ, ബുഹാരി 2617. അതെന്താ രൂക്ഷത കാണിച്ച് അവരെ കൊന്നാൽ അവരാണ് കൊല്ലാൻ നോക്കിയത്. വിഷം പുരട്ടി കൊല്ലാൻ നോക്കിയത് യഹൂദ സ്ത്രീയാണ്, അല്ലാതെ ഇപ്പൊ പ്രവാചകരുടെ മുസ്ലിങ്ങളോ അല്ല യഹൂദന്മാരെ കൊല്ലാൻ നോക്കിയത്. എന്തൊക്കെ വാസ്തവരാതുള്ളത്. ശരി, അപ്പൊ അതല്ല, നമുക്ക് ടോപ്പിക് അതല്ല. ആരാണ് അയൽക്കാരെന്നുള്ളത് അതും കൂടെ അതിനകത്ത് അഡ്രസ് ചെയ്യണമല്ലോ. ആരാണ് അയൽക്കാരൻ എന്നുള്ളതിന് പ്രവാചകൻ ആൻസർ പറഞ്ഞു. ആരാണോ നിങ്ങളുടെ അടുത്തുള്ളവൻ അവനാണ് അയൽക്കാരൻ, അല്ലാതെ ആരാണ് മുസ്ലിം എന്നല്ല പറഞ്ഞു. ഇത് മിസ്കാത്ത് അൽ മസാബി എന്നുള്ള ആ ഹദീസ് ഗ്രന്ഥത്തിൽ 1936, മിസ്കാത്ത് അൽ മസാബി 1936 കാണാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആളാണ് നിങ്ങളുടെ നെയ്ബർ. അതിന് ഡെഫിനിഷൻ ഉണ്ട്. ആരിഫിന് കറക്റ്റായിട്ട് മറുപടി കൊടുക്കുന്ന കണ്ടത്. ആരാണ് നിങ്ങളെ അയൽവാസി? മുസ്ലിങ്ങളായിട്ട് ആരൊക്കെ ഉണ്ടോ അവരെല്ലാം അവനാണ് നിന്റെ അയൽവാസി എന്നല്ല പറയേണ്ടത്. ഇവിടെ നിന്റെ തൊട്ടടുത്തുള്ള ആരാണോ അവനാണ് നിന്റെ അയൽവാസി, അത് പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഹദീസിൽ ബുഖാരിയിൽ 6014 അയൽവാസിയുടെ അവകാശങ്ങൾ, നെയ്ബർഹുഡ് റൈറ്റ്സ് എന്ന് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഭയങ്കര നമുക്കതിനകത്ത് പേടി വരും. അത്രത്തോളം ഒരു അയൽവാസി ശ്രദ്ധിക്കണം എന്നുള്ളത് ഇസ്ലാമിന്റെ കടമയാണ്. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ ഹദീസിൽ പറയുന്നത് ജിബ്രീൽ വന്നിട്ട് ആവർത്തിച്ച് അയൽക്കാരുടെ അവകാശങ്ങളെ കുറിച്ച് പറയും. പറഞ്ഞ് പ്രവാചകൻ പറയുന്നു, ഇനി എങ്ങാനും അടുത്തുള്ള ആ അയൽവാസിയെ നമ്മുടെ അനന്തരവാസിയാക്കും, അതായത് സ്വത്തിൽ കൂടെ പങ്കുകൊടുക്കേണ്ടി വരുമോ ഇനി അയൽവാസിക്ക്. അത്രത്തോളം ഇൻസിസ്റ്റ് ചെയ്ത് പിന്നെ വീണ്ടും ഇതാ നിങ്ങളുടെ അയൽവാസികൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ജിബ്രീൽ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ളത്. വളരെ ഒരുപാട് ഹദീസുകൾ കാണാം. നിങ്ങളുടെ ഷർറ്, നിങ്ങളുടെ ഈവിൽ കൊണ്ട് ഏതൊരു അയൽവാസി സംരക്ഷണത്തിൽ സുരക്ഷിതനല്ലയോ നിങ്ങൾ മുസ്ലിം അല്ല. അയൽവാസിക്കാരനാണ് പ്രശ്നങ്ങൾ എപ്പോഴും. എത്ര കോടീശ്വരനാണ്, എത്ര പണമുണ്ടെങ്കിൽ അയൽവാസി ശരിയല്ലെങ്കിൽ നമ്മുടെ സമാധാനം എല്ലാം പോകും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളെ കൊണ്ട് ഒരു ശല്യം അവൻ വരരുത്. ആണി അടിക്കുന്നതിനെ കുറിച്ചൊക്കെ സെപ്പറേറ്റ് ഹദീസുകളുണ്ട്, അതൊക്കെ എടുത്ത ഒരുപാട് സംസാരിക്കണം. വഴിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വീട് വിൽക്കണമെങ്കിൽ, എന്റെ അയലത്തുള്ള വീട്, എന്റെ വീട് വിൽക്കണമെങ്കിൽ ആദ്യം അയലത്തെ അടുത്ത് ചോദിക്കണമെന്നാണ്. ഇവിടെ ആരെങ്കിലും വന്ന് വേറെ അടുത്തവന് ശല്യം ഉണ്ടാക്കുന്നത് അവൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വിൽക്കാവുന്നതാണ്. ഇതൊക്കെ ഏത് രാജ്യത്ത് ഏത് നിയമത്തിലുണ്ട് ഇന്നും? അത്രയ്ക്ക് അഡ്വാൻസ് ആയിട്ടാണ്. ഇതാണ് ഗോത്രകാല നിയമം എന്ന് പറയുന്നത്. അയൽവാസികൾ ചോദിച്ചിട്ട് വിൽക്കാവൂ. നിങ്ങൾ എന്തെങ്കിലും വീട്ടിൽ സ്പെഷ്യൽ ആയിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയാൽ, ബിരിയാണി അല്ലെങ്കിൽ ഒരു കാര്യം പോലെ ഉണ്ടാക്കിയാൽ, അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച്, അതായത് അതിന്റെ ക്വാളിറ്റി കുറച്ച് ആണെങ്കിലും കുഴപ്പമില്ല, അടുത്തുള്ളവർക്ക് കൊടുക്കുക. ഒരു പുതിയ സ്പെഷ്യൽ വരുമ്പോൾ അവർക്കും അത് കഴിക്കണമെന്ന് തോന്നില്ല, അന്ന് അവർ വീട്ടിൽ കാണത്തില്ലായിരിക്കും, അവർക്ക് കുട്ടികൾ കാണും, അവർക്ക് കൊടുക്കണം. അപ്പം ഇച്ചിരി വെള്ളം കൂട്ടിയിട്ടാണെങ്കിലും, അതായത് അതിന്റെ ക്വാളിറ്റി കുറച്ചിട്ടാണെങ്കിലും നിങ്ങൾ അവർക്കും കൂടെ കൊടുക്കുക. ഇനി ചെറിയ കാര്യമാണെങ്കിലും ഒരു ആടിന്റെ കാല്, പായ എന്ന് പറയത്തില്ലേ, കുളമ്പ്, കാലിന്റെ കാലിൽ കുളമ്പ് വെച്ചത്, ഏറ്റവും കുളമ്പ് എന്ന് പറഞ്ഞാൽ തമിഴിലെ കുളമ്പല്ല, കാലിന്റെ എന്താ പറയുന്നത്, സൂപ്പ്, ഏറ്റവും അതിന്റെ കാലിന്റെ സൂപ്പ്, അത് ഏറ്റവും കുറഞ്ഞതാണ് സാധാരണ എല്ലാവരും വില മതിക്കുക. അങ്ങ് അതുണ്ടാക്കിയാലും നിങ്ങൾ അയൽക്കാർ കൊടുക്കുക. ഒരിക്കലും ചെറിയ സാധനമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഗിഫ്റ്റിനെ ഒഴിവാക്കരുത്. അതാണെങ്കിൽ നിങ്ങൾ കൊടുക്കുക. അത് ഭയങ്കര തത്വമാണ്. അത് ശരിക്കും അറിയാമോ? എത്ര കോടീശ്വരനാണ് നമ്മളെ കട്ടിൽ, എത്ര വലിയ കോടീശ്വരനാണ് അപ്പുറത്ത് താമസിക്കുന്നത്, അവന് ചെറിയ ബിസ്ക്കറ്റ് പാക്കറ്റോ ഒരു പേനായ ഒരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ മുഖം മാറുന്ന കാണണം. ഭയങ്കര സൈക്കോളജിയാണ്. ഒരു ശത്രുത കാണത്തില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും അയലത്തുകാർ തമ്മിൽ എന്തെങ്കിലും ചെറിയ ഇല വീഴുന്നെന്ന് പറയുന്നത്, വെള്ളം വന്ന് ഇപ്പത്ത് വീഴുന്ന പറയുന്നത് ചാൻസസ് കൂടുതലാണ്. അതേസമയം അത് ഇങ്ങനെ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സമാധാനം കാണാൻ വീട്ടിൽ. ഇതൊക്കെ എങ്ങനെ പറയാം, നമ്മൾ തന്നെ അതിശയിക്കുന്നത്. ഇത്ര ഒരുപാട് ഹദീസുണ്ട് നെയ്ബർഹുഡ് റൈറ്റ്സ് വായിച്ചു കഴിഞ്ഞാൽ അറിയാം. നൈബർ മരിച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. 2 മണിക്കൂർ പറയാനുള്ളത് തന്നെ നമ്മൾ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നെയ്ബർഹുഡ് റൈറ്റ്സ്. ഇനി മെയിൻ പോയിന്റ് പറയാനുള്ളത് ഇതാണ്. തിർമിദിയിലെ അല്ല ഇനി അദബുൽ മുഫ്രദിൽ 105 ഈ ഹദീസിലാണ് ആരിഫിനുള്ള കറക്റ്റ് ഉത്തരം. ഓൾറെഡി നമ്മൾ യഹൂദ ബാലന്റെ എല്ലാം പറഞ്ഞു. ഇതിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അദബുൽ മുഫ്രദ് 105 അബ്ദുല്ല ബിൻ അമർ എന്നുള്ള സഹാബി. അപ്പൊ ആ സഹാബിയുടെ വീട്ടിൽ അന്നെന്തോ സ്പെഷ്യലായിട്ട് എന്തോ ഉണ്ടാക്കി. അപ്പോൾ അദ്ദേഹത്തിന് അടിമ ഉണ്ടായിരുന്നു. ആ അടിമയുടെ അടുത്ത് ചോദിക്കും, നമ്മുടെ അയലത്ത് താമസിക്കുന്ന യഹൂദന് നീ ഇത് കൊടുത്തോ? ഏത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ സാധനം അവർ വീട്ടിൽ കൊടുത്തോ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് പറയും, ബുഖാരിയിലെ 6014 എന്നുള്ള ഹദീസിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അടിക്കടി ഒന്ന് ജിബ്രീൽ ആവർത്തിച്ച് പറഞ്ഞ്, നിന്റെ നെയ്ബറിന്റെ കാര്യത്തിൽ നീ സൂക്ഷിച്ചോ, അവർക്ക് ചെയ്യണം, അവളെ ശ്രദ്ധിച്ചോളണം, അവർ അനന്തരാശിയാക്കുന്നിടത്തോളം ആവർത്തിച്ച് പറഞ്ഞെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ ആ യഹൂദന് നീ നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാധനം കൊടുത്തോ എന്ന് ആര് ചോദിക്കുന്നു? സഹാബി അബ്ദുല്ല ബിൻ അമർ. അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി ആരാണ് യഹൂദനാണ് ആണെങ്കിൽ അവർക്ക് കൊടുക്കണമെന്ന്. അയൽവാസി ആരാന്ന് മനസ്സിലായി. മുസ്ലിം അല്ലാത്ത അയൽവാസിക്ക് കൊടുക്കണമെന്ന് അവർക്ക് മുസ്ലിം എല്ലാം മനസ്സിലായിട്ട് പ്രവാചകന്റെ ചെറിയ മനസ്സിലായിട്ടുണ്ട്. കാരണം അവരാണ് ഫസ്റ്റ് ഓഡിയൻസ്. ഇവരൊക്കെ തന്നെയാണ് ഫസ്റ്റ് ഓഡിയൻസ്. അവർക്ക് മനസ്സിലായത്
ആണ് അവര് ആ പ്രവർത്തിച്ചത്. ആരിഫ് അതാണ് നമ്മൾ തിരുത്താണ്. ആരിഫ് പ്രവർത്തിക്കുന്നത്. പറയുന്നത് ഇല്ല ഇപ്പൊ ഈ സംഭവം എങ്ങനെയാണെന്നറിയാം. ഈ അബ്ദുല്ലാ ബിൻ അമറിന് മനസ്സിലായി യഹൂദനെ ഇത് കൊടുക്കണം, അല്ലെങ്കിൽ പ്രവാചകൻ ഇത്രയും സ്വസ്തി പറഞ്ഞിട്ട് ആരിഫ് പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. അങ്ങേരുടെ വാക്ക് അനുസരിച്ച് ആ യഹൂദനെ പോയി ആദ്യം യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്ത് അവന് മതം മാറ്റണം, എന്നിട്ട് പോയി സൂപ്പ് കൊടുക്കണം. എന്ത് കഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്ക് വയ്യ, ബാക്കി ഷബീർ പറയാം, ഇത്രേ ഉള്ളൂ. ഓക്കെ, അതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്തും അതേപോലെയുള്ള ഖലീഫയുടെ മരണകാലത്തും ഖലീഫമാരുടെ ഭരണകാലത്തൊക്കെ ഒരുപാട് ഈ പറഞ്ഞ ജൂതന്മാരും ക്രൈസ്തവരും ഒക്കെ അവിടെ ജീവിച്ചിരുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. അത് മാത്രമല്ല, ആരെങ്കിലും ഈ പറഞ്ഞ ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ഏതെങ്കിലും അമുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൊന്നു കഴിഞ്ഞാൽ അവന് കൃത്യമായിട്ടുള്ള അവന് സ്വർഗത്തിന്റെ പരിമളം പോലും, അതായത് പരിമളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല് പോലും കിട്ടില്ല എന്ന്. അതിന്റെ ദൂരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് 40 വർഷത്തെ വൈദൂര്യാണെന്ന്. അത്രയും ദൂരത്തു നിന്ന് ആ വാസന കിട്ടും, പക്ഷെ അത് ഈ ആൾക്ക് അതുപോലും കിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന അധ്യാപനങ്ങൾ. ഇയാൾക്ക് ഇത് എവിടുന്ന് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ഈ ക്രിസംഖ്യകളും അതേപോലെയുള്ള ആളുകളും ഓറിയന്റിസ്റ്റുകളൊക്കെ എഴുതി വെച്ച ചില ഭാഗങ്ങൾ വായിച്ചിട്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് ഖുർആനും ഹദീസും അതനുസരിച്ചിട്ട് ജീവിച്ച സത്യസന്ധരായിട്ടുള്ള സലഫു സ്വാലിഹ്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ എന്താണ് അതിൽ മനസ്സിലാക്കിയത് അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആണ് ഈ മതവിരോധികൾ ആളുകൾക്കിടയിൽ ശിഥിലത, ഇവരാണ് ശരിക്കും അയൽവാസികളായിട്ടുള്ള ആളുകൾക്ക് ശിഥില ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇതാണ് ഈ വിഷയങ്ങൾ നമുക്ക് പറയാനുള്ളത്. കൂടുതൽ ദീർഘിച്ചു പോയിട്ടുണ്ട് ഈ വിഷയം. കുറച്ചൊരു എന്താ പറയാ, കുറച്ചൊരു പ്രശ്നമുള്ള വിഷയം ആയതുകൊണ്ട് വേണ്ട കുറച്ച് വിശദീകരിച്ച് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. നമ്മൾ നിർത്തുകയാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.